ജന്മം പുണ്യമെന്നത് വായ്ത്താരി മാത്രമല്ലോ, സ്നേഹസാന്ത്വനമേകും അവളുടെ ഹൃദയത്തെ മുറിക്കല്ലേ. അമ്മേനെ ഞാൻ വിളിക്കാം. But, okay, if you are going to talk about this one more time, you will not hear from me ever again. Am I clear? Bye. ഹേമേ, ഞാനിന്ന് നേരത്തെ ഇറങ്ങുവാ. ഇന്നൊരു കോംപ്ലിക്കേറ്റഡ് സർജറി ഉണ്ട്. എന്നിട്ടെന്താ ഇന്നലെ പറയാതിരുന്നത്? എന്റെ പൊന്നെ, അത് പറയാൻ ഞാൻ വിട്ടുപോയി. പറഞ്ഞിരുന്നല്ലേ, ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരുന്നില്ലേ? ഓ, അത് സാരമില്ല. ഞാനേ ക്യാൻറ്റീനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വരുത്തി കഴിച്ചോളാം. എന്നാ ശരി, മോള് വിളിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അച്ഛൻ എന്ത് തിരക്കിലാണ് നേരത്തെ പോയെന്ന്. ഓക്കെ ഹേമ, ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ഡ്രൈവറെ തിരിച്ചയക്കാം വണ്ടിയുമായിട്ട്. ഹേമയ്ക്ക് അതിൽ പോകാമല്ലോ? ഓ, തീർച്ചയായും. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടേ? എത്ര ദിവസമായി കുഞ്ഞെ ഞാൻ നിന്നെ വിളിക്കുന്നു, നീ എന്താ എന്നോടൊന്നും സംസാരിക്കാത്തത്? അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടേ? അമ്മയ്ക്കിപ്പോൾ നിങ്ങൾ ഉറപ്പിച്ച കച്ചവടത്തിന് ഞാൻ സമ്മതിക്കണം, അതല്ലേ വേണ്ടേ? ഇറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ. സോ സ്റ്റോപ്പ് വേസ്റ്റിംഗ് മൈ ടൈം ആൻഡ് യുവർ ടൈം ആൻഡ് എവ്രിവൺ എൽസസ് ടൈം. കച്ചവടമോ? എന്താ കുഞ്ഞെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആൾക്കാർ കടയിൽ പോയി സാധനത്തിന് പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങിക്കുന്നത്, അതുപോലെ തന്നെയല്ലേ ഇതും. മോളെ, നീ എൻ്റെ കാര്യം വിട്. നിന്റെ അച്ഛൻ പ്രശസ്തനായ ഒരു കാർഡിയാക് സർജൻ അല്ലേ? IMAയുടെ പ്രസിഡന്റ് അല്ലേ? അദ്ദേഹത്തിൻ്റെ നിലക്കും വിലക്കും ചേർന്ന ഒരു ബന്ധം, അതല്ലേ മോളെ നമുക്ക് വേണ്ടത്? അമ്മ, സ്റ്റോപ്പ് വിത്ത് യുവർ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഓ അച്ഛൻ്റെ ഇത് അച്ഛൻ്റെ അത്. ഞാൻ സെൻറ്റി ഒന്നും അടിച്ചതല്ല. അച്ഛൻ എപ്പോഴും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. It's so stupid, don't you think? You're trying to sell me off and you want me to say yes? അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. When will you learn what no means? Well, the deal is off. You can't tell them. ഇത്രയും നാളും അറിയപ്പെടുന്ന ഒരു സൈക്യാട്രിസ്റ്റ് എന്ന പേരെങ്കിലും ഉണ്ടായിരുന്നു. ഇങ്ങനെയായാൽ അച്ഛനും മോളും എന്നെ വല്ല സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തും കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരും. ഇനി ഒരു വട്ടോടെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കത്തില്ല. I will block your number, then you will not find me. Okay? കുഞ്ഞെ, അമ്മയ്ക്ക് ടെൻഷൻ എല്ലാം കൂടി താങ്ങാൻ വയ്യ. ഞാൻ വല്ല സ്ട്രോക്കും വന്ന് മരിച്ചു പോകും. ഇക്കാര്യത്തിൽ എന്ത് വന്നാലും ഞാൻ അങ്ങ് സഹിച്ചോളാം. I'm busy right now. Call me later or during the weekend or some other time. Really. I really don't want to continue this conversation because you're upsetting me. Bye. ഫോൺ ചെയ്തപ്പോൾ സാറൊന്നും പറഞ്ഞില്ല. നേരിൽ പറയുന്നതല്ലേ ഡോക്ടർ അതിൻ്റെ ശരി, അതുകൊണ്ടാണ് വിളിച്ച് പറഞ്ഞിട്ട് വന്നു. ഹേമ അവളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി. സാറ് വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാനൊപ്പം പോകാതെ ഇവിടെ കാത്തിരിക്കുന്നത്. ഡോക്ടറെ, എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ ഹൃദയാരോഗ്യവും ജീവിതശൈലിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ചർച്ച സംഘടിപ്പിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പബ്ലിസിറ്റിയാണ് ലക്ഷ്യം അല്ലേ? ഇതിൽ എൻ്റെ റോൾ എന്താ? ഡോക്ടറെ, ആയുർവേദം, അലോപ്പതി,
ഹോമിയോപ്പതി, ഈ 3 വിഭാഗത്തിൽ നിന്നും പ്രശസ്തരായ ഓരോ ഡോക്ടറും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചർച്ച സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് പ്രശസ്തരല്ലേ ഉദ്ദേശിക്കുന്നത്? അതിന് ഞാൻ വേണോ? ഡോക്ടറെ പോലെ അതിപ്രശസ്തനായ ഒരു കാർഡിയാക് സർജൻ വേറെ ആരാണ് ഉള്ളത് ഡോക്ടറെ? ആട്ടെ, ഡേറ്റ് എന്നാണ്? ഡോക്ടറെ, അടുത്ത മാസം ഫസ്റ്റ് സൺഡേ രാവിലെ 10 മണിക്കാണ്. ഇതുവരെ പ്രോഗ്രാം ഒന്നും ആയിട്ടില്ല. എന്തായാലും ഞാൻ ഡയറി കുറിച്ചിടുന്നുണ്ട്. രാവിലെ 10 മണിക്കല്ലേ? അതെ, 10 മണിക്ക്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. ഞാൻ വിളിക്കാം. ഞാൻ കൂടാതെ നോട്ടീസ് കറക്റ്റ് സമയത്ത് ഞാൻ എത്തി. ഓക്കെ, താങ്ക് യു. ഇറങ്ങട്ടെ. എക്സ്ക്യൂസ് മീ, ഹേമ ഡോക്ടർ ഉണ്ടോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. നിങ്ങളെന്താ ഇവിടെ? റിസൾട്ട് കാണിക്കാൻ വരണമെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. ഓ, അത് ഞാൻ നാളെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നോക്കിക്കോളാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ദാ വരുന്നു. ഞാൻ അല്പം ലേറ്റ് ആയി. അല്പമല്ല, അധികം ലേറ്റായിട്ട്. കൊന്ന പൂത്തിട്ട് നോക്ക് അല്ലേ? വിഷുവിനെ അടുപ്പിച്ചിട്ടില്ല. മോളെ ലണ്ടനിൽ വിട്ട് പഠിപ്പിച്ചത് വലിയ തെറ്റായി പോയെന്ന് ഇപ്പൊ തോന്നുന്നു. അത് വേണ്ടായിരുന്നു എന്ന് പോലെ തോന്നിപ്പോ. നീ എന്താ അങ്ങനെ പറഞ്ഞേ? എന്താ ഇപ്പൊ അങ്ങനെ ഒരു തോന്നിട്ട്? എന്തായാലും നമുക്ക് ഈ കാര്യം വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ടൊക്കെ സംസാരിക്കാം വിശദമായി. ഗുഡ് മോർണിംഗ്. റിസൾട്ട് ഇന്ന് റെഡി ആയിട്ടുണ്ട്. നോക്കാം. Hi Hema, how are you? I'm fine. What about you? Yeah, I'm fine. I think it's too hot today, isn't it? Too hot. It's great pleasure to really congratulate you. Actually, you are really deserve it. You just keep it up, Hema. Thank you, doctor. I think patients are waiting outside for you. Yes, doctor. Okay, let us see again. Okay, Hema. Then you carry on your duty. Let us meet in the canteen for the lunch. Okay. Then okay, Hema. See you. Take care, doctor. Okay, thank you. നമസ്തേ ഡോക്ടർ. ഇരിക്കേ. ഞാൻ നിങ്ങളുടെ ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് ഡോക്ടർ? കുഴപ്പമൊന്നുമില്ലല്ലോ? ലക്ഷണം കണ്ടിട്ട്
പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ആണെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് റിക്കവർ ആവോ? എന്താ ഇനി ചെയ്യണം നമ്മള്? റിക്കവർ ആവുന്നില്ല ഡോക്ടർ. ഇവൾക്ക് മുഴുത്ത വയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഇവിടെ പല്ല് മൊത്തം അടിച്ച് തെറിപ്പിച്ചതാണ്. ഇതാണ് ഡോക്ടർ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താ വൃന്ദേ, എങ്ങനെയുണ്ട്? നിങ്ങൾ സൂപ്പർ. ഞാൻ മരുന്ന് കുറിച്ച് തരാം, കൃത്യമായി കൊടുക്കണേ. ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം ഡോക്ടർ. എന്റെ ഡോക്ടർ കഴിക്കണേ കേട്ടോ. മരുന്ന് കഴിക്കാൻ നിനക്കല്ലേ വട്ടെ, നിനക്ക് വട്ടെ. ഇത് പുറത്തുനിന്ന് വാങ്ങണം. ഓക്കെ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ശരി, 13-ാം തീയതി വരണേ. വരാം ഡോക്ടർ. നമുക്കൊരു ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കാം. എന്തിനാ? നമുക്ക് വീട്ടിൽ പോയിട്ട് കുടിക്കാം. അപ്പൊ അതല്ലേ നല്ലത്. വല്ലപ്പോഴൊക്കെ ക്യാൻറ്റീനിൽ നിന്നും ആവാന്നേ. സാരമില്ല, ഡ്രൈവറെ വിളിക്കാം, നമുക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാം. ചായക്കൽപ്പം കടുപ്പം കൂടിപ്പോയി. അത് സാരമില്ല. എന്റെ ഡോക്ടറെ, നിങ്ങളെ മോളോട് ഞാൻ എത്ര തവണ പറഞ്ഞു, അവളെ അനുസരിക്കുന്നില്ല. ഇന്നലെ IMA മീറ്റിംഗിൽ വെച്ച് ഞാൻ ഡോക്ടർ നമ്പൂതിരിയെ കണ്ടിരുന്നു. എപ്പോൾ കണ്ടാലും അയാൾക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ആ കല്യാണക്കാര്യം. എനിക്കും അടുത്തു. ഞാനിനി അവളോട് കല്യാണക്കാര്യം പറയുകയേയില്ല. അച്ഛൻ വേണമെങ്കിൽ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്തു. ഡോക്ടർ നമ്പൂതിരി ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. മകനെ പഠിപ്പിക്കാനായി വലിയൊരു തുക ലോൺ എടുത്ത കാര്യം നിനക്കറിയില്ലേ? ശരിയാണ്, അവർക്ക് സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ മോൾക്ക് ചെന്ന് കയറാൻ പറ്റിയ നല്ലൊരു കുടുംബമല്ലേ അത്. ഹേമേ, നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു കുടുംബം, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒക്കെ അനുസരിച്ചുള്ള ഒരു കുടുംബത്തിൽ വേണ്ടേ നമ്മുടെ മോളെ പറഞ്ഞുവിടാൻ? ഞാൻ അവളെ വിളിച്ചു മടുത്തു. നിങ്ങളെ കാര്യമെങ്കിലും ഓർക്കേണ്ടതെന്ന് അവളോട് പറഞ്ഞു. അപ്പോഴും അവൾക്ക് മനസ്സിലാവുന്നില്ല. നീ അവളോട് പറഞ്ഞില്ലേ ഇതുപോലൊരു നല്ല ഫാമിലി വേറെ നമുക്ക് കിട്ടില്ലെന്ന്, ഇത്രയും നല്ല മറ്റൊരു ബന്ധം നമുക്കിനി ഉണ്ടാവില്ലെന്ന് നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? എല്ലാം ഞാൻ പറഞ്ഞു. ഇപ്പൊ അവള് പറയുന്നത് എന്താണെന്നറിയോ? അച്ഛന്റെ കാര്യം പറഞ്ഞ് അവളെ സെന്റി അടുപ്പിക്കാൻ നോക്കണ്ടെന്ന്. നീ ഒരു സൈക്കാട്രിസ്റ്റ് അല്ലേ ഹേമ? നിന്റെ പുന്നാര മോളെ മാത്രം നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കാൻ അവൾക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കാൻ പോലും നിനക്ക് കഴിയുന്നില്ലല്ലോ ഹേമേ. അവളൊരൊറ്റ ആംഗിളിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. അവളെ വിൽപ്പന ചരക്കാക്കുന്നെന്നാണ് അവളുടെ പരാതി. അതല്ലല്ലോ കാര്യം. അവരെ നമ്മൾ ഫൈനാൻഷ്യലായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യല്ലേ. എന്താ ഹേമേ നിന്റെ മോൾക്ക് ഇതൊന്നും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകാത്തത്? അവളെന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? അവൾക്ക് പറയേണ്ട കാര്യമല്ല, അവൾ അച്ഛനോട് സംസാരിച്ചോളാന്നാ പറഞ്ഞത്. നീ ഒന്നുകൂടി വിളിക്കെന്റെ ഹേമേ അവളെ. എങ്ങനെയെങ്കിലും പറഞ്ഞ് അവളെ ഒന്ന് കൺവിൻസ് ചെയ്യും. നീ പറഞ്ഞ അവൾ മനസ്സിലാകത്തില്ലേ? അവളെന്താ പറഞ്ഞതെന്നറിയോ? ഈ കാര്യം പറഞ്ഞ് അവളെ ഇനി വിളിക്കരുതെന്നാണ് അവള് കർശനമായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ അവൾ എന്നെ ബ്ലോക്ക് ചെയ്യുന്ന പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞു? എന്റെ പൊന്നെ, ഇനി അവളെ ഞാൻ വിളിച്ചോളാം. അവൾ അച്ഛനെ വിളിച്ചിരുന്നു എന്നാണല്ലോ പറഞ്ഞത്.
എന്നിട്ടെന്താ നിങ്ങൾ ഫോൺ എടുക്കാതിരുന്നത്? നീ പറഞ്ഞില്ലേ ഹേമ അവളോട് ഞാൻ സർജറിയുടെ തിരക്കിലായിരുന്നെന്ന്? അച്ഛൻ തിരക്കിലാണെന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു. അവൾ അച്ഛനെ വിളിക്കും വീണ്ടും. ഹേമേ, ഇതിനിടയിൽ IMA സെൻട്രൽ കമ്മിറ്റിയുടെ സ്പെഷ്യൽ ജൂറി അവാർഡ് നിനക്ക് കിട്ടിയതിൽ പ്രത്യേക അഭിനന്ദനം ഡോക്ടർ നമ്പൂതിരി അറിയിച്ചിട്ടുണ്ട്. എന്നോട് ആശംസകൾ അറിയിക്കാൻ പറഞ്ഞു. എന്നാൽ ഡോക്ടർക്കും ഫാമിലിക്കും നമുക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കാമല്ലേ? എൻ്റെ താങ്ക്സ് പറയാൻ മറക്കരുത്. ഞാൻ IMAയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് നിനക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയതെന്ന് നാട്ടുകാരെല്ലാം ഒരു പൂച്ചം പറച്ച് കൊണ്ട് കെട്ടിയോളെ. അല്ലേലും പെണ്ണുങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നത് അംഗീകരിക്കാൻ ആണുങ്ങൾക്ക് ഇച്ചിരി മടിയാ. ഹലോ, ഹായ് അച്ഛാ. അച്ഛൻ എവിടാ? അതെ അച്ഛാ, കഴിഞ്ഞ ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു, അതാ ഫോൺ എടുക്കാൻ ഞാൻ. ഇന്നത്തെ ദിവസം നിനക്ക് ഓർമ്മയില്ലേ മോളെ? മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. പിന്നെ നിന്റെ അമ്മയൊന്ന് സഹായിക്കാമെന്ന് കരുതി ഇന്ന്. ഓ പിന്നെ അമ്മയെ സഹായിക്കുന്നു. വെറുതെ ചുമ്മാ ഇദ്ദേഹം കയറിയിട്ട് വെറുതെ ശല്യം ചെയ്യാം മോളെ അടുക്കളയിൽ. ഇത് ടേസ്റ്റ് നോക്ക്. ഓ, എന്തോ ടേസ്റ്റ് ചെയ്ത് നോക്കാനാ? നീ ഉണ്ടാക്കിയതല്ലേ? പിന്നെ ഞാൻ ഉണ്ടാക്കി തന്നെയല്ലേ എന്നും കഴിക്കുന്നേ. ഇതാ വേണമെങ്കിൽ കഴിക്കും. മോളെ, ഇന്നലെ നീ വിളിക്കുമ്പോ അമ്മ പറഞ്ഞത് ഇടയ്ക്ക് കയറി അവള് പറഞ്ഞതുണ്ട്, ഒട്ടും ശരിയല്ല. ഞാൻ വാസ്തവത്തിൽ അവളെ സഹായിക്കായിരുന്നു നീ. പിന്നെ മോളെ സുഖല്ലേ കേട്ടാ? മോളെ, അമ്മയെല്ലാം ഇന്നലെ പറഞ്ഞില്ലേ മോളെ? നല്ല പയ്യനാ മോളെ. നമ്മളെ പോലെ ഒരു ഡോക്ടേഴ്സ്, കുടുംബത്തിലെല്ലാവരും ഡോക്ടേഴ്സ്. ഞാൻ പറയാനുള്ളതെല്ലാം അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഇനി അച്ഛൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ മോളെ, പ്ലീസ് നീ ആലോചിച്ച് നല്ലോണം ആലോചിച്ച് തീരുമാനം. ഇത് അച്ഛൻ്റെ റിക്വസ്റ്റ് ആണ്. ഓക്കെ അച്ഛാ. Yeah, take care. You take care. Bye bye. ശരി മോളെ, അച്ഛൻ നിന്നെ പിന്നീട് വിളിക്കാം. Now we are about the end of our session. Before concluding my words, once again I am happy to congratulate our prestigious member Dr. Hemalata for her Best Doctor Award, and I am inviting her to come forward and receive the memento from our Honorable Health Minister. Thank you. Honorable Minister and other dignitaries on and of the dais, my friends, I am so happy to be here with you to receive the honor of Indian Medical Association. I am really grateful to each and every one of you. Thank you very much. ഹലോ വൃന്ദ, നീ എവിടെയാ എപ്പോഴുള്ളത്? ഓ ഞാനിന്ന് സൺഡേ അല്ലേ, ഹോളിഡേ ആയതുകൊണ്ട് ഒന്ന് പാർക്കിലേക്ക് വന്നത്. അവിടെ ഇരുന്നൊരു കോഫിയും കുടിച്ച് പോകാമെന്ന് വെച്ചു. ശരി ശരി, അങ്ങനെയാണെന്ന് വെച്ചാൽ വൈകുന്നേരം കാണാം നമുക്ക്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഇന്നലെ സാറിനെ വിളിച്ചായിരുന്നത്. വിളിച്ചപ്പോൾ സാറ് പറഞ്ഞത് ഞാൻ അത് സമ്മതിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ നമുക്കത് നടത്താനൊക്കത്തുള്ളൂ, പ്ലാനിങ്ങിനുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സാർ ഇപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് അവിടെ ഒന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് കളയാം. എന്താ പിന്നെ വേറെ പറഞ്ഞത് അതനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ. അയ്യോ, അല്ലാതെ നമ്മുടെ ഡോക്ടർ ഹേമയല്ലേ? Good morning, Dr. Nambudiri. Hi, good morning, Dr. Hema. How are you? I am fine. Where is our president? പുള്ളിക്കാരനെ കണ്ടു കിട്ടാൻ തന്നെ വളരെ പ്രയാസമാണ്. IMAയുടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയി. ഓ, ഞായറാഴ്ച പോലും അദ്ദേഹം ബിസിയാണല്ലേ? കോഫി പറയട്ടെ ഡോക്ടർ? ഓ, I forgot to congratulate you for getting the Best Doctors Award. Thank you, Doctor. ഹേമ, ഇദ്ദേഹത്തെ അറിയാം. ഇതാണ് ഇഷാര ബാലൻ. അദ്ദേഹം പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് സാർ. Nice to meet you, sir. ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്.
ആ അമ്മ. എന്തായി മോള് നിന്റെ തീരുമാനം? എന്ത് തീരുമാനം? ഇക്കാര്യം പറഞ്ഞ അമ്മ ഇനി എന്നെ വിളിക്കണ്ട. എൻ്റെ തീരുമാനത്തിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. മോള് നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചാലും നടത്തണ്ടേ മോളെ? ഇങ്ങനെ ഡീൽ നടത്തിയാണോ സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നത്? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, അടുത്ത വണ്ടി എടുത്ത് go and invade another country just like Britain did ages ago. I mean that gave them status too. No? കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എവിടെ പോയാലും ചോദിക്കുന്നു മോളെ നിന്റെ കല്യാണക്കാര്യം തന്നെ ഇങ്ങനെ എന്തായി ആ തീരുമാനം, എന്തായി തീരുമാനം? ആ ഈ നാട്ടുകാരും വീട്ടുകാരും ആണല്ലോ എനിക്ക് ചിലവിന് തരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ കാശ് മുടക്കി എന്നെ കൊണ്ട് ആരുടെയും കഴുത്തിൽ വെച്ചിട്ട് വേണം അവർക്കൊരു സദ്യ ഉണ്ടാകും. അവർക്ക് സദ്യ കഴിക്കണമെങ്കിൽ അവർക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തൂടെ? അതിന് എന്നെ കെട്ടിച്ചു വിടണമെന്നുണ്ടോ? What is wrong with you? എന്താ മോളെ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത, എന്തിനാ അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഒരു മാസം ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാൻ ആകെ 100 പൗണ്ടിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ലൈക്ക് 10,000 രൂപ. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? വേസ്റ്റ് ഡിസ്പോസലും കല്യാണക്കാരുമായി എന്താ ബന്ധം? കുഞ്ഞെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നല്ലേ പറയുന്നത്? നമ്മൾ മാത്രം എന്തിനു മാറി നിൽക്കണം? ഓക്കെ അമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അയാൾ പഠിച്ചതും മെഡിസിൻ, ഞാൻ പഠിച്ചതും മെഡിസിൻ, റൈറ്റ്? അപ്പോൾ മെഡിസിൻ പഠിച്ച് എന്നെ കല്യാണം കഴിക്കാൻ അയാൾക്ക് 250 പവൻ, ജാഗ്വാർ കാർ, what else is there? Oh, all of your entire life savings. And on top of that, I don't know what else you would, okay, boy, I don't even care about it. Okay? അവന് ഞാൻ അത്രയും കൊടുക്കുന്നു. What's he made of? ഇതുകൊണ്ട് എനിക്ക് വല്ല ഗുണം വേണ്ടേ? ഓക്കെ ഞാൻ ഈ ബിസിനസ് ഡീലിന് സമ്മതിച്ചെന്ന് അമ്മ വെച്ചോ. എനിക്ക് തിരിച്ചെന്താ കിട്ടുന്നത്? ഞാൻ അങ്ങോട്ട് 250 കൊടുക്കും, എനിക്ക് തിരിച്ച് 250 ഇങ്ങോട്ട് കിട്ടണ്ടേ? അല്ലെങ്കിൽ ഡബിൾ? ഐ മീൻ I don't know how you decided that 250. എൻ്റെ തലയുടെ വില എത്ര, എൻ്റെ ബ്രെയിനിൻ്റെ വില എത്ര? I would love to know that. നാടോടുമ്പോൾ നടുവേ ഉണ്ട്. എന്നാൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യും, നാട്ടുകാർ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലുണ്ടല്ലോ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് വെട്ടിക്കൊല്ലുന്നില്ല. എന്നാൽ അമ്മയെ പോയി വെട്ടിക്കൊല്ല്. നാട്ടിൽ അതല്ലേ ഇപ്പോൾ നടക്കുന്നത്? I just don't understand how can you be so stupid? Like you are meant to heal other people and you I can't. മോള് അച്ഛനാകെ പ്രയാസപ്പെട്ടിട്ടാണുള്ളത്. ഇന്നലെ പോലും നിന്റെ കാര്യം പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടു. Okay, let's solve the problem one by one. ഇപ്പോൾ അമ്മയുടെ പ്രശ്നം കഴിഞ്ഞല്ലോ ഇത്രയും പറഞ്ഞപ്പോൾ. അച്ഛൻ്റെ പ്രശ്നം അത് ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചോളാം. ഓക്കെ? എൻ്റെ പൊന്നു മോളെ, അമ്മ എങ്ങനെ സങ്കടപ്പെടുത്തല്ലേ? വല്ലപ്പോഴെങ്കിലും അമ്മ ഇനി വിളിക്കണേ. അമ്മേനെ ഞാൻ വിളിക്കാം. But okay, if you are going to talk about this one more time, you will not hear from me ever again. Am I clear? Bye.